Praise the Lord, hallelujah. I am George Onora, Christian apologist from Ernakulam. Today we are going to think about cosmic codes in Bible or cryptography in Bible or hidden messages in Bible. ഈ ക്രിപ്റ്റോഗ്രാഫി എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു മിലിറ്ററി ടേമാണ്. മിലിറ്ററിയിലെ ചാരന്മാർ തമ്മിലും പട്ടാളക്കാർ തമ്മിലൊക്കെ ആശയവിനിമയം നടത്തുന്നത് ക്രിപ്റ്റോഗ്രാഫിയിലൂടെയാണ്, ഹിഡൻ മെസ്സേജിലൂടെയാണ്. അല്ല നേരിട്ടുള്ള ഭാഷയല്ല അവർ ഉപയോഗിക്കുന്നത്. എന്നാൽ ഇങ്ങനെയുള്ളൊരു ക്രിപ്റ്റോഗ്രാഫി ബൈബിളിലുണ്ടോ എന്നാണ് നാം ഇന്ന് ചിന്തിക്കുന്നത്. നമുക്കറിയാം, ഈ ഇസ്രായേലിലെ മൊസാദ്, അമേരിക്കയുടെ CIA, ഇന്ത്യയുടെ റിസർച്ച് ആൻഡ് അനാലിസിംഗ് എല്ലാം പരസ്പരം മെസ്സേജ് കൈമാറുന്നത് ക്രിപ്റ്റോഗ്രാഫിയിലൂടെയാണ്. നേരിട്ട് ഒരു മെസ്സേജ് നമുക്ക് മനസ്സിലാവില്ല. ഇപ്പോൾ അങ്ങനെ അത് ശത്രുരാജ്യങ്ങളിലെ രഹസ്യങ്ങളൊക്കെ ചോർന്നത് ക്രിപ്റ്റോഗ്രാഫിയിലൂടെയാണ്. ചാരന്മാർ ഉപയോഗിക്കുന്നതാണ് യഥാർത്ഥത്തിൽ സ്പൈസ്. ഇറ്റ് ഈസ് എ മിലിറ്ററി ടൈം. ഇതിന് ഈ ബൈബിളിൽ എന്താണ് പ്രസക്തി എന്നാണ് നാം ഇന്ന് ചിന്തിക്കുന്നത്. അപ്പോൾ ബൈബിളിലെ ജനസിസ് 5-ാം അധ്യായത്തിൽ ജിനിയോളജി ഓഫ് ആദാമിൻ്റെ വംശാവലിയിൽ 10 പേരുകൾ പറയുന്നുണ്ട്. ഈ 10 പേരുകളിൽ നിന്ന്, ആ പേരുകളുടെ അർത്ഥത്തിൽ നിന്ന്, ഇറ്റ് ഈസ് വൺ സെന്റൻസ് സമ്മറി ഓഫ് ഗോസ്പൽ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശു ക്രിസ്തുവിന്റെ രക്ഷാകര ദൗത്യത്തിന്റെ സുവിശേഷത്തിന്റെ വൺ സെന്റൻസ് സമ്മറി, ഇവരുടെ പേര് എല്ലാം കൂടി കൂട്ടി വായിച്ചാൽ നമുക്ക് കിട്ടും. ഇപ്പോൾ ഉദാഹരണത്തിന് ക്രിപ്റ്റോഗ്രാഫി, ഇന്ത്യ പൊക്രാനിൽ 1974 ആറ്റം ബോംബ് പൊട്ടിച്ചു. അപ്പോൾ ഇന്ദിരാഗാന്ധിക്ക് അവിടുന്ന് മെസ്സേജ് പോയത് ഇപ്രകാരമാണ്: ബുദ്ധ ലാഫ്ഡ്. അപ്പോൾ ലോകത്തിലെ എല്ലാ ചാരന്മാരും നോക്കിക്കൊണ്ടിരിക്കുകയാണ്, എന്തൊരു സംഭവം ഈ രാജസ്ഥാൻ കൂടി സംഭവിക്കുന്നുണ്ടോ, എന്താണെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ടായില്ല. അപ്പോഴൊരു മെസ്സേജ് പോകുന്നത് ബുദ്ധ ലാഫ്ഡ്. ബുദ്ധ ചിരിച്ചാൽ എന്താ, ഇന്ത്യയല്ലേ ബുദ്ധ ചിരിക്കുന്നു വരും അവർ കരുതി. പക്ഷെ അത് ക്രിപ്റ്റോഗ്രാഫി ആയിരുന്നു. ആറ്റം ബോംബ് എക്സ്പ്ലോഡഡ് എന്നായിരുന്നു അതിൻ്റെ അർത്ഥം. ഹിഡൻ മെസ്സേജ് ആയിരുന്നു. ഇതുപോലെ ബൈബിളിലും ഇങ്ങനെയുള്ള ഹിഡൻ മെസ്സേജിലൂടെ ദൈവം നമുക്ക് സന്ദേശങ്ങൾ നൽകുന്നുണ്ട്. അതെന്തുകൊണ്ടാണ് ഈ ഒരു മിലിറ്ററി ടൈം എന്ന് പറഞ്ഞാൽ എപ്പോഴും യുദ്ധത്തിൽ ഉപയോഗിക്കുന്ന മിലിറ്ററി ടൈം ക്രിപ്റ്റോഗ്രാഫി. ഇപ്പം എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ബൈബിൾ ഇങ്ങനെ ഒരു മിലിറ്ററി ടൈം ഉപയോഗിക്കുന്നത്? കാരണം ബൈബിള് യുദ്ധത്തിൻ്റെ കഥയാണ്. അത് കോസ്മിക് വാർഫെയറാണ്, സ്പിരിച്വൽ വാർഫെയറാണ്. അത് ഇരുളും വെളിച്ചവും, അല്ലെങ്കിൽ ദൈവവും പിശാചും തമ്മിലുള്ള യുദ്ധത്തിൻ്റെ ഒരു കഥയാണ് ബൈബിള്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഹിഡൻ മെസ്സേജ്, പിശാച് അറിയാതിരിക്കാനാണ് ദൈവം ഹിഡൻ മെസ്സേജ് ബൈബിളിൽ തന്നെ ഒളിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ജിനിയോളജി ഓഫ് ആദമിന് ജനസിസ് 5 നോക്കാം. ആദാം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അദാമ, മണ്ണിൽ നിന്ന് എടുക്കപ്പെട്ടവൻ, മനുഷ്യൻ. സേത്ത്, അപ്പോയിന്റഡ്, അത് ജനസിസ് 4:25 കാണാം. സേത്ത്. ഈനോഷ്, മോർട്ടൽ ഓർ മരണാധീനൻ. കേനൻ, സോറോ ഓർ എലിജി. കേനൻ എന്ന് പറഞ്ഞാൽ സങ്കടം, ദുഃഖം എന്നാണ് അർത്ഥം. മഹലലേൽ, ബ്ലെസ്സഡ് ഗോഡ്. യാരദ് എന്ന് പറയുന്നത് ഒരു നൗണല്ല, ഒരു വെർബാണ്. ഷാൽ കം ഡൗൺ എന്നാണ് ആ വാക്കിനർത്ഥം. ഏനോക്ക്, കമൻസ്മെന്റ് ഓർ ബിഗിനിങ്. ഏനോക്ക് എന്ന് പറഞ്ഞാൽ തുടക്കം. മെതുസലേഹ് എന്ന വാക്കിനർത്ഥം ഹിസ് ഡെത്ത് ഷാൽ ബ്രിങ്, അവന്റെ മരണം കൊണ്ടുവരും. മെതുസലേമാണ് ഓൾഡസ്റ്റ് മാൻ ഇൻ ദ ബൈബിള്. 969 വർഷം അദ്ദേഹം ജീവിച്ചു എന്ന് ബൈബിളിൽ പറയുന്നു. പിന്നെ വരുന്ന ലാമക്ക് ലമെന്റേഷൻ, കരച്ചില്. ഡെസ്പയർ, നോവ എന്ന് പറഞ്ഞാൽ കംഫോർട്ട് കൊണ്ടുവരും. അപ്പോൾ ഈ 10 പേരുകൾ ജിനിയോളജി ഓഫ് ആദമിൽ പറയുന്ന, ജനസിസ് 5 പറയുന്ന ഈ 10 ആളുകളുടെ പേര് നമ്മൾ പേരുകളുടെ അർത്ഥങ്ങൾ കൂട്ടി വായിച്ചാൽ ഇങ്ങനെയാണ് കിട്ടുന്നത്: മാൻ അപ്പോയിന്റഡ് മോർട്ടൽ സോറോ, ബട്ട് ദ ബ്ലെസ്സഡ് ഗോഡ് ഷാൽ കം ഡൗൺ, ടീച്ചിങ് ഹിസ് ഡെത്ത് ഷാൽ ബ്രിങ് ദ ഡെസ്പയറിംഗ് കംഫോർട്ട്. മനുഷ്യനെ മരണാധീനായ ഒരു ദുഃഖമായിട്ടാണ് ദൈവം അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്. പക്ഷെ വിശുദ്ധനായ ദൈവം ഷാൽ കം ഡൗൺ, താഴേക്ക് വന്ന് അവന്റെ മരണം അവർക്ക്, നിരാശരായുള്ള അവർക്ക് കംഫോർട്ട്, നോഹ കൊണ്ടുവരും എന്നുള്ളത് ഇതിലൂടെ വെളിവാകുകയാണ്. അതാണ് പറയുന്നത്, ദർ ഇസ് എ മിലിറ്ററി ലാംഗ്വേജ് ഇൻ ബൈബിൾ, ദർ ഇസ് എ ക്രിപ്റ്റോഗ്രാഫി, ദർ ഇസ് എ ഹിഡൻ മെസ്സേജ്, ദർ ഇസ് കോസ്മിക് കോഡ് ഇൻ ബൈബിൾ. അപ്പോൾ ഇതെല്ലാമാണ് ഇതിലൂടെ വെളിവാക്കപ്പെടുന്നത്. അപ്പോൾ ഇതിൽ മാത്രമല്ല, ജനസിസിൽ 5 മാത്രമല്ല, അങ്ങോട്ട് തുടർന്നുള്ള എല്ലാത്തിലും ദൈവം ഒരു കോഡ് ഉപയോഗിച്ചിട്ടാണ് ഈ ബൈബിള് പറഞ്ഞിരിക്കുന്നത്. കാരണം പിശാചിനും അവന്റെ അനുചരന്മാർക്കും മനസ്സിലാകാതിരിക്കാനാണ് ഇങ്ങനൊരു കോഡിലൂടെ ദൈവം ഇത് പറയുന്നത്. പക്ഷേ ഇതിലെ ജനസിസ് 5 എന്ന് പറഞ്ഞ ചാപ്റ്റർ യഹൂദ റബ്ബായിമാർ ഒരിക്കലും ട്രാൻസ്ലേറ്റ് ചെയ്തില്ല. കാരണം അതിൽ യേശുവിനെ വെളിപ്പെടുത്തുന്നുണ്ട്. അവർ ഇപ്പോഴും യേശുവിനെ അംഗീകരിക്കാത്തവരാണ്. അതുകൊണ്ട് അവരത് ട്രാൻസ്ലേറ്റ് ചെയ്തില്ല. പിന്നീട് സൂപ്പർ കമ്പ്യൂട്ടർ വന്നപ്പോഴാണ് ഇതിന്റെ അർത്ഥം. യഹൂദ റബ്ബായിമാർ അവർക്കറിയാമെങ്കിൽ അവർ ഒരിക്കലും പറയില്ല. പക്ഷേ സൂപ്പർ കമ്പ്യൂട്ടറിലൂടെ ഡിസിഫർ ചെയ്തപ്പോഴാണ് ഇതിന്റെ അർത്ഥം പിടികിട്ടിയത്. അതായത്
Man appointed moderate sorrow, but the blessed God shall come down teaching. His death shall bring the despairing comfort. ഈ ജനോളജിയിൽ പറയുന്ന 10 പേരുകളിൽ നിന്ന് ഒറ്റ സെന്റൻസിലെ ഗോസ്പൽ ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഈസ് റിവീൽഡ്. ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് നോൺ ആസ് വൺ സെന്റൻസ് സമ്മറി ഓഫ് ഗോസ്പൽ ഓഫ് ജീസസ് ക്രൈസ്റ്റ്.